റീബർത്ത് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത് സെൽഫ് ഹീലിംഗ് ആണ്. കഴിഞ്ഞ വീഡിയോകളിൽ പല വീഡിയോസിൽ സെൽഫ് ലവിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഞാൻ പറയുകയുണ്ടായി, അല്ലെ, പല രീതിയിൽ പറയുകയുണ്ടായി. പക്ഷെ ഇന്ന് ഞാൻ സെൽഫ് ഹീലിംഗ് എന്താണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് വെച്ചു. കാരണം സെൽഫ് ഹീലിംഗ് ഇമ്പോർട്ടൻസ് ആണ്. നമ്മൾ നമ്മളെ തന്നെ സ്വയം ഹീൽ ചെയ്യുക. ഒരു പ്രോബ്ലംസിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം നമ്മൾ ഫേസ് ചെയ്തു, അതിനുശേഷം വീണ്ടും വീണ്ടും നമുക്ക് പ്രോബ്ലംസ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇത്തരത്തിൽ പ്രോബ്ലംസ് വരുന്ന സമയത്ത് നമ്മൾ ആലോചിക്കും, ഇതെന്താണ് നമുക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത്, വേറെ ആർക്കും ഇങ്ങനെ സംഭവിക്കുന്നില്ലല്ലോ. ഒരു പ്രശ്നം ഒരാളെയും കൂടി ഇങ്ങോട്ട് ഹോസ്പിറ്റലിൽ നിന്ന് വന്നു, അതിനുശേഷം അടുത്ത ആൾ അതുകൊണ്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയി, ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. പല കോളുകൾ എനിക്ക് അത്തരത്തിൽ വരികയും ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ ഫോളോ ചെയ്ത് അതിൽ നിന്നൊക്കെ സ്വയം ഹീലായവർ എന്നെ വിളിച്ച് സംസാരിച്ചു. മേഡം പറഞ്ഞു തന്ന ടിപ്സ് ഒക്കെ ഉപകാരപ്രദമായിരുന്നു. അപ്പൊ എനിക്ക് തോന്നി എന്നാൽ അതൊരു വീഡിയോ ആക്കുവാണെങ്കിൽ കുറച്ച് പേർക്കൊക്കെ അതൊരു ഉപകാരപ്രദമായ കാര്യമായിരിക്കും. ഒരു വീഡിയോയിൽ അത് തീരില്ല. മാക്സിമം ഇന്നത്തെ വീഡിയോ ഞാൻ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കാം. സെൽഫ് ഹീലിംഗ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ചിന്തകളിലും വാക്കുകളിലും മാറ്റം വരുത്തുകയാണ്. നമ്മുടെ ചിന്തകളിലൂടെ നമുക്ക് മാറ്റം വരുത്താം. മെഡിറ്റേഷനിലോട്ട് വരുന്ന സമയത്ത് നമ്മുടെ ചിന്തകളിൽ നിന്ന് ആരോടെങ്കിലും ഒക്കെ ദേഷ്യവും വൈരാഗ്യവും വെറുപ്പും ഉണ്ടെങ്കിൽ അത് എടുത്തു കളയാൻ നമ്മൾ ശ്രമിക്കുക. അതോടൊപ്പം നമ്മുടെ കുടുംബത്തിന് പ്രയോറിറ്റി കൊടുക്കുക. നമ്മുടെ കുടുംബം അല്ലെങ്കിൽ നമ്മുടെ വീട് അത് ഒരുപാട് മലിനപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും, അല്ലെ? എങ്ങനെ മലിനപ്പെട്ടു? കുറെ വേസ്റ്റ് കൊണ്ട് അവിടെ ഇട്ട് മലിനപ്പെട്ടു എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മറിച്ച് നമ്മൾ പലപ്പോഴായിട്ട് നമ്മുടെ വീട്ടിൽ നടക്കുന്ന പല പ്രശ്നങ്ങളും, നമ്മുടെ ചുമരുകൾ, നമ്മുടെ ഫർണിച്ചർ ഐറ്റംസ് ഇതെല്ലാം ഒബ്സർവ് ചെയ്യുകയും അതിനുശേഷം അതിന്റെ റിഫ്ലക്ഷൻസ് ആ വീട്ടിൽ സംഭവിക്കുകയും ചെയ്യും. ഇത്തരത്തിൽ സംഭവിക്കുന്ന സമയത്ത് കുറച്ച് കല്ലുപൂട്ട വെള്ളത്തിൽ നമുക്ക് നമ്മുടെ വീടൊന്ന് ക്ലെൻസ് ചെയ്യാം. അതിനുശേഷം ഫർണിച്ചറൊക്കെ നമ്മളൊന്ന് തുടച്ചു, നമ്മുടെ വീടിനകമൊക്കെ ഒന്ന് തുടച്ചു, അതിനുശേഷം നമുക്ക് കുന്തിരിക്കം, അഷ്ടഗന്ധം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ട് പുകച്ച് വീടിനകത്തൊക്കെ ഒന്ന് പുക കൊടുത്ത് നമുക്ക് നമ്മുടെ വീടിനകം ഒന്ന് ക്ലെൻസ് ചെയ്യാം. ഇത്തരത്തിൽ വീടിനകം ക്ലെൻസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഓറ ക്ലെൻസിങ്ങിന്റെ ഭാഗമായിട്ട് ഈ നമ്മൾ കത്തിച്ചു വെച്ചിരിക്കുന്ന ഈ പുക നമ്മുടെ തലയ്ക്ക് ചുറ്റും ഇങ്ങനെ 3 പ്രാവശ്യം ക്ലോക്ക് വൈസിലും ആന്റി ക്ലോക്ക് വൈസിലും ഒന്ന് ചുറ്റിക്കാം. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഓറ ക്ലെൻസ്ഡ് ആവും. ഇത്തരത്തിൽ 1 മാസത്തിൽ ഒരിക്കൽ നമുക്ക് ചെയ്യാം. സ്ഥിരമായി നമ്മുടെ വീടുകളിൽ ഇത് ചെയ്യുകയാണെങ്കിൽ, അതായത് സ്ഥിരമായിട്ട് ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ പുകയ്ക്കാനായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നെഗറ്റീവ് എനർജിയെ അവിടുന്ന് റിമൂവ് ചെയ്യാൻ സാധിക്കും. കാരണം നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് നമ്മൾ തന്നെ ക്ഷണിച്ചു വരുത്തിയ കാര്യങ്ങളാണ്, അല്ലെ? പുറത്തുനിന്ന് ആരും ഒന്നും ചെയ്യണമെന്നില്ല, മറിച്ച് നമ്മൾ തന്നെ നമ്മുടെ ബിഹേവിയറിലൂടെ കൊണ്ടുവന്ന കാര്യങ്ങളാണ്, അല്ലെ? അപ്പൊ അതിനെയൊക്കെ ഒന്ന് സ്വയം ക്ലെൻസ് ചെയ്യാം. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ നോ പറയേണ്ടിടത്ത് നോ പറയാൻ പഠിക്കുക. ആവശ്യമില്ലാത്ത സാഹചര്യങ്ങളിൽ നിങ്ങളെ കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നിങ്ങൾ ചാടിക്കേറി വാഗ്ദാനം കൊടുക്കും. ഞാൻ ചെയ്തു തരാമെന്ന് വാഗ്ദാനം കൊടുക്കുകയും പിന്നീട് അത് നടത്തി കൊടുക്കാൻ വേണ്ടി നിങ്ങളുടെ സമാധാനം മുഴുവൻ കളയേണ്ടി വരികയും ചെയ്യും. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കുക. കാരണം നിങ്ങളുടെ ടൈം വാല്യൂ ചെയ്യാത്തിടത്ത് നിങ്ങൾ പോയി ഓഫറുകൾ കൊടുത്ത് അവരുടെ പ്രീതി പിടിച്ചു പറ്റാൻ ശ്രമിക്കരുത്. അത് തെറ്റാണ്. കാരണം നിങ്ങൾ നിങ്ങളോട് ചെയ്യുന്ന ഒരു തെറ്റാണ്. നിങ്ങൾക്ക് യാതൊരു വാല്യൂം ഇല്ലാത്ത ഒരിടത്ത് പോയി ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു തരാമെന്നുള്ള ഓഫറുകൾ കൊടുക്കുകയും അതിന്റെ ഭാഗമായിട്ട് വലിയ വിഷമങ്ങളിലേക്ക് പോകുകയും മനസ്സിനെ വീണ്ടും സ്വയം ഹീലിംഗ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്കോ അല്ലെങ്കിൽ ഒരു ക്ലെൻസിങ് പ്രോഗ്രാമിലേക്കോ ഒക്കെ നിങ്ങളുടെ മൈൻഡിനെ കൊണ്ടും എത്തിക്കാതിരിക്കുക. കാരണം മനസ്സൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും കാരണക്കാരൻ നമ്മുടെ മനസ്സാണ്, അല്ലെ? നമ്മുടെ മനസ്സ് എല്ലാവരെയും സംരക്ഷിക്കണം, എല്ലാവരെയും കെയർ ചെയ്യണം, എല്ലാവർക്കും ഒരുപാട് ഓഫറുകൾ കൊടുത്ത് എല്ലാവരെയും നമ്മുടെ കൂടെ നിർത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മനസ്സിനുടമ എപ്പോഴും അബദ്ധങ്ങളിൽ ചെന്ന് പെട്ടുകൊണ്ടേയിരിക്കും. ആരാണോ സഹായം സ്വീകരിക്കുന്നത് അവര് തന്നെ നമ്മളെ ചതിക്കാൻ മുൻകൈ എടുക്കുന്ന ഒരു അവസ്ഥ ഞാൻ കാണുന്നുണ്ട്. ഇത് എന്റെ കാര്യത്തിലും കുറെ നാളെ മുന്നേ ഇങ്ങനെ പല ഓഫറുകൾ കൊടുക്കുകയും സ്വയം അബദ്ധത്തിൽ ചെന്ന് ചാടുകയും ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ പലരുടെ വായിലും കേൾക്കേണ്ടിയൊക്കെ പല സാഹചര്യങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം എന്താണ്, നന്മ കൂടുതലുള്ളവർ എന്നും ഇത്തരത്തിലുള്ള ആൾക്കാർ, ചതിക്കാൻ ടെൻഡൻസി ഉള്ളവരുടെ കയ്യിൽ ചെന്ന് എങ്ങും പെടാതെ നന്മ കൂടുതലുള്ളവർ ചെന്ന് പെടുകയും പിന്നീട് അതിന്റെ പേരിൽ സങ്കടപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ഹീലിംഗിന്റെ ഭാഗമായിട്ട് നിങ്ങൾ നോ പറയാൻ
കൊടുക്കുക. നിങ്ങൾക്ക് വാല്യൂ കൊടുക്കുക. നിങ്ങളുടെ ടൈം വാല്യുബിൾ ആണ്. നിങ്ങൾ ചെലവഴിക്കുന്ന ആ ടൈം നിങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുമ്പോൾ നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്താൻ കഴിയണം. എന്ന് കരുതി ആരെയും സഹായിക്കേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. സഹായം സ്വീകരിക്കുന്ന ആൾക്ക് ഉപദ്രവമില്ലാതെ, സഹായം കൊടുക്കുന്ന ആൾക്ക് ഉപദ്രവമില്ലാതെ നിങ്ങൾക്ക് സഹായം ചെയ്യാം. പക്ഷെ നിങ്ങളുടെ വാല്യൂ നിങ്ങൾക്ക് തരാത്ത ഒരിടത്തേക്ക് പോയി പല ഓഫറുകൾ ഏറ്റെടുക്കുകയും അല്ലെങ്കിൽ പലരുടെയും പ്രീതി പിടിച്ചു പറ്റാൻ ശ്രമിക്കുകയും ഒന്നും ചെയ്ത് നിങ്ങൾ സ്വയം വിലയില്ലാത്തവരായിട്ട് മാറരുത്. അപ്പൊ നമ്മുടെ വീടിനകം ക്ലെൻസ് ചെയ്തു, നമ്മുടെ മനസ്സിനകം ക്ലെൻസ് ചെയ്തു, നമ്മുടെ ചിന്തകൾ ക്ലെൻസ് ചെയ്തു. ഇനി വീടിന്റെ പുറം ഭാഗം അവിടെയും നമ്മൾ ക്ലെൻസിങ് ചെയ്തു അല്ലെ. എങ്ങനെ ക്ലെൻസ് ചെയ്യും? അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി കുറച്ച് കല്ലുപ്പൊക്കെ വീടിന്റെ 4 സൈഡിലും ഒക്കെ ഒന്ന് വിതറി കുറച്ച് ഈ പുക വീടിന് ചുറ്റുമൊക്കെ ഒന്ന് കൊടുത്ത് നമുക്ക് നമ്മുടെ വീടിന് പുറം ഭാഗവും ക്ലെൻസ് ചെയ്യാൻ സാധിക്കും. ഇത് മാസത്തിൽ ഒരു തവണ നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ മൈൻഡിനെ ക്ലെൻസ് ചെയ്യാനായിട്ട് സ്ഥിരമായി നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക. ഏതെങ്കിലും ഒരു മെഡിറ്റേഷൻ നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യാം. കാരണം ഇങ്ങനെയുള്ള ടിപ്സുകളൊക്കെ പറഞ്ഞു കൊടുത്ത് ഒരുപാട് പേർക്ക് അവരുടെ ജീവിതത്തിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് പ്രോബ്ലംസ് മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെ മണി റിലേറ്റഡ് പ്രോബ്ലംസ് മാറിയിട്ടുണ്ട്. അങ്ങനെ വീടിന്റെ അറ്റ്മോസ്ഫിയറിൽ ഒരുപാട് ചേഞ്ചസ് വരുത്തി നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി പുറത്തു വരാൻ സാധിക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ ചിന്തകൾ എപ്പോഴും നെഗറ്റീവായിട്ടുള്ള ചിന്തകളാണെങ്കിൽ നിങ്ങൾ അതിനെ മാറ്റി അവിടെ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ കൊണ്ടുവരിക. ഇത് നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഫോളോ ചെയ്യുകയും നിങ്ങളുടെ കുടുംബത്തിലുള്ള മറ്റുള്ളവർക്ക് ഇത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക. വീടിന്റെ അകത്ത് എപ്പോഴും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാതിരിക്കുക. അത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന വീട്ടിൽ എപ്പോഴും മനസ്സമാധാനക്കേട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത്തരത്തിൽ മനസ്സമാധാനക്കേടിനെ ക്ഷണിച്ചു വരുത്താതിരിക്കുക. അപ്പോ നമ്മുടെ ചിന്തകൾക്ക് നമ്മുടെ ക്ലെൻസിങ് പ്രോഗ്രാമിൽ വലിയൊരു ഭാഗമാണ്, അല്ലെങ്കിൽ വലിയൊരു സ്ഥാനം തന്നെയുണ്ട് നമ്മുടെ ചിന്തകൾക്ക് അല്ലെ. നമ്മുടെ ചിന്തകൾ പോസിറ്റീവ് അല്ല എങ്കിൽ നമ്മുടെ ശരീരത്തില് കുഞ്ഞു കുഞ്ഞു അസുഖങ്ങൾ വരികയും കുഞ്ഞു കുഞ്ഞു അസുഖങ്ങൾ ഭാവിയിൽ വലിയ വലിയ അസുഖങ്ങളായി മാറുകയും ചെയ്യും. അതെങ്ങനെയാണ് കുഞ്ഞു കുഞ്ഞു അസുഖങ്ങൾ വലിയ വലിയ അസുഖങ്ങളായി മാറുക? ശരീരത്തിന് ചെറിയൊരു ബുദ്ധിമുട്ട് വന്നു, പിന്നീട് അത് അവിടെ കിടന്ന് വലിയ പ്രോബ്ലം ആയിട്ട് മാറും. ഇപ്പൊ കാലിന് വേദന വന്നു, ഒരു മുട്ടുവേദന വന്നു, നിങ്ങൾക്ക് തന്നെ അതിനെ ക്ലെൻസ് ചെയ്യാതെ മാറ്റാൻ പറ്റും. നിങ്ങൾ ആശുപത്രിയിലേക്കൊന്നും ഓടേണ്ട കാര്യമില്ല. ഈ മെഡിറ്റേഷന്റെ പവറിലൂടെ നിങ്ങൾക്ക് തന്നെ അതിനെ ക്ലെൻസ് ചെയ്ത് അതിനെ മാറ്റാൻ കഴിയും. നിങ്ങൾ ക്ലെൻസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ ഹാപ്പി ഹോർമോൺസ് ആണ് അവിടെ വർക്ക് ചെയ്യുക. ആവശ്യമുള്ള ആഹാരം ആവശ്യമായ അളവിൽ ശരീരത്തിന് കൊടുക്കുക, മെഡിറ്റേഷൻ ചെയ്യുക, എക്സസൈസ് ചെയ്യുക. ഇതൊക്കെ നിങ്ങളുടെ ബോഡി ക്ലെൻസ് ചെയ്യുന്നതിന്റെ ഭാഗമാണ്. കാരണം ആവശ്യമുള്ള ആഹാരം ആവശ്യമുള്ള അളവിൽ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനകത്ത് വലിയൊരു മാറ്റമാണ് സംഭവിക്കുന്നത്. നമ്മൾ ഫാസ്റ്റിംഗ് ഒക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് സമയത്തേക്ക് ഒരു ക്ഷീണം തോന്നിയതിനപ്പുറത്തേക്ക് വലിയൊരു സന്തോഷം തോന്നും. കാരണം എന്താണ്? ഹാപ്പി ഹോർമോൺസ് അവിടെ ഓക്കെ ആയി. അപ്പൊ ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ശരീരത്തിനെ ആവശ്യമില്ലാതെ വലിച്ചു വാരി കഴിച്ച് നിങ്ങളൊരു മാലിന്യ കൂമ്പാരമാക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പം നിങ്ങളുടെ ക്ലെൻസിങ്ങിന്റെ ഭാഗമാണ് നിങ്ങളുടെ ശരീരവും. കാരണം ശരീരം ഉണ്ടെങ്കിൽ മാത്രമേ ആത്മാവിന് സ്ഥാനമുള്ളൂ അല്ലെ. കാരണം ആത്മാവ് ഇരിക്കുന്നവിടെയാണ്, ശരീരത്തിലാണ്. ഈ ശരീരമില്ലാതെ ആത്മാവിനെ ഭൂമിയിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിന് പ്രാധാന്യം കൊടുക്കുക. ശരീരത്തിന് പ്രാധാന്യം കൊടുക്കുന്ന മെഡിറ്റേഷനിലൂടെ നിങ്ങൾക്ക് ഇത് സാധിക്കും കേട്ടോ. ഫുഡ് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല, മെഡിറ്റേഷൻ ചെയ്യാൻ സാധിക്കുന്നില്ല, അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യായാമം ചെയ്യാൻ സാധിക്കുന്നില്ല, ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് മെഡിറ്റേഷനിലൂടെ അതിനെല്ലാം ക്ലിയർ ചെയ്യാൻ സാധിക്കും. കാരണം മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി വന്ന് ചേരുന്ന ഒരു മൊമെന്റ് ആണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ ചേഞ്ചസ് വരുത്തിയേ പറ്റും. നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ ചേഞ്ചസ് വരുത്തുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ഫുഡ് നിങ്ങൾ കൺട്രോൾ ചെയ്യുക, നിങ്ങളുടെ മനസ്സിനെ ആവശ്യമില്ലാത്ത ചിന്തകളിൽ നിന്ന് കൺട്രോൾ ചെയ്യുക, നിങ്ങളുടെ വീടിനകത്തെ അറ്റ്മോസ്ഫിയർ പോസിറ്റീവാക്കി മാറ്റുക, നിങ്ങളുടെ വീടിന്റെ പുറത്തെ അറ്റ്മോസ്ഫിയർ പോസിറ്റീവാക്കി മാറ്റുക. നിങ്ങളുടെ ബന്ധങ്ങൾ, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്തുമാകാം, നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ കയറി ഇടപെട്ട് വലിയ വലിയ പ്രശ്നങ്ങൾ ക്ഷണിച്ചു വരുത്താതിരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഓട്ടോമാറ്റിക്കലി സന്തോഷവും സമൃദ്ധിയും വന്നു ചേരുന്നതാണ്. ബാക്കി കുറച്ച് കാര്യങ്ങളുണ്ട്, അത് അടുത്തൊരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താം. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് വളരെ കുറവാണ് വീഡിയോയ്ക്ക്, വ്യൂസും വളരെ കുറയുന്നു. അപ്പം സപ്പോർട്ട് ചെയ്യുക മാക്സിമം കേട്ടോ. പിന്നെ എനിക്ക് 2 വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. പോസിറ്റീവ് തിങ്കേഴ്സ് എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. അതിന്റെ ഫീമെയിൽസ് ഉള്ളി ജെന്റ്സ് ഉള്ളി 2 ഗ്രൂപ്പായിട്ടാണ് ഞാനത് നടത്തുന്നത്. പിന്നെ അതിനകത്ത്
ശനിയാഴ്ചയും ഞായറാഴ്ചയും നൈറ്റ് 8 to 9 ലോ ഓഫ് അട്രാക്ഷന് ഫ്രീ ക്ലാസ്സസ് ഉണ്ട്. ഹീലിംഗിന്റെ നമ്പർ ഞാൻ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർക്ക് ഹീലിംഗിന് വേണ്ടി എന്നെ വിളിക്കാവുന്നതാണ്. സോ മറ്റൊരു വീഡിയോയിൽ കാണും വരെ താങ്ക്സ് ഓൾ.